بسم الله الرحمن الرحيم الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين والذين يرمون المحسنات ثم لم يحطوا بأربعة شهداء فجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. ഇന്നത്തെ നമ്മുടെ ഈയൊരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് കിട്ടിയൊരു പ്രധാനപ്പെട്ട രേഖയുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതെ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ, അതായത് ഫിഖിലെ വ്യഭിചാര നിയമങ്ങളും ശിക്ഷാവിധികളും എന്നതിലെ ചില ഭാഗങ്ങളാണ്. ശരിയാണ്. ഇതിൽ പ്രധാനമായിട്ടും 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യഭിചാരത്തിലേർപ്പെടുന്ന ആളുകളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചാരിത്ര്യമുള്ള ആളുകളെപ്പറ്റി, പ്രത്യേകിച്ച് സ്ത്രീകളെപ്പറ്റി തെറ്റായ ആരോപണം ഉന്നയിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, ഖദ്ഫ്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ശിക്ഷകളും. അതെ, ഇത് രണ്ടും ഫിഖ്ഹിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതേസമയം ഒരുപാട് ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്? പണ്ഡിതന്മാർക്കിടയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ സ്രോതസ്സിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഓക്കേ, വളരെ നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാമല്ലേ? വ്യഭിചാരികളുടെ വിവാഹം. സൂക്തം 3. ശരി. അതിൽ പറയുന്നു, വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ അല്ലെങ്കിൽ ഒരു ബഹുദൈവരാധികയോ അല്ലാതെ കല്യാണം കഴിക്കരുത്. അതുപോലെ വ്യഭിചാരിയായ സ്ത്രീയെ വ്യഭിചാരിയോ ബഹുദൈവാരാധകനോ അല്ലാതെ മറ്റാരും കല്യാണം കഴിക്കാനും പാടില്ല. സത്യവിശ്വാസികൾക്കിത് ശരാം, അതായത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും പറയുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള അർത്ഥം? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു കടുപ്പമുള്ള നിയമം പോലെ തോന്നുന്നു. ഇങ്ങനെ പശ്ചാത്താപമില്ലാതെ ആ തെറ്റിൽ തുടരുന്നവരെ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം വിലക്കുന്നു. ഇതിന്റെ ഒരു പ്രധാന യുക്തി എന്താണെന്ന് വെച്ചാൽ, അത്തരം വിവാഹങ്ങൾ ഒരു പക്ഷേ സമൂഹത്തിൽ ആ ദുർവൃത്തിക്കൊരു തരം പരോക്ഷമായ ഒരു അംഗീകാരം കൊടുത്തേക്കാം. ഓ, ശരി ശരി. ആ തെറ്റിൽ തുടരുന്ന ഒരാളെ അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കുന്നത് ആ തെറ്റിനെ നിസ്സാരമായി കാണുന്നത് പോലെ ആകാം എന്നൊരു ആശങ്ക അതിലുണ്ട്. അപ്പം ഈ നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഹറാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കല്യാണം നടന്നാൽ അത് നിയമപരമായി അസാധുവാകുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഹറാം എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ഗൗരവം അത് വിശ്വാസികൾക്ക് ചേർന്നതല്ല, വർജിക്കേണ്ടതാണ് എന്നാണ്. അല്ലാതെ അങ്ങനെ ഒരു വിവാഹം നടന്നുപോയാൽ അത് നിയമപരമായി നിലനിൽക്കാത്ത ഒന്നായി മാറും എന്നല്ല. ഇമാം അഹ്മദിന് ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അദ്ദേഹം അത്തരം വിവാഹങ്ങൾ അസാധുവാണെന്ന് കരുതുന്നുണ്ട്. പക്ഷെ പ്രബലമായ വീക്ഷണം വിവാഹം നിയമപരമായി സാധുവാകും, പക്ഷേ അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് ധാർമ്മികമായി ശരിയല്ല, പാപമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു പഠിപ്പിച്ച ഒരു പൊതു തത്വം തന്നെയുണ്ട്, അൽ ഹറാമു ലാ യുഹറിമുൽ ഹലാൽ എന്ന്. അതായത് ഒരാൾ ചെയ്ത ഒരു ഹറാമായ കാര്യം, നിയമവിരുദ്ധമായ ഒരു കാര്യം, നിയമപരമായി അനുവദനീയമായ മറ്റൊരു കാര്യത്തെ, അതായത് ഹലാലിനെ തനിയെ ഹറാമാക്കുന്നില്ല. ഒരാൾ വ്യഭിചാരം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അയാൾ പിന്നീട് ചെയ്യുന്ന വിവാഹം എന്ന ഹലാലായ കാര്യം സ്വയം ഹറാമായി മാറുന്നില്ല. വിവാഹം നടക്കും, പക്ഷെ ആ ബന്ധം ശരിയായ രീതിയല്ല എന്നതാണ് അതിന്റെ ഊന്നൽ. ശരി. ഇതിനെ ഒന്ന് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങളോ സംഭവങ്ങളോ വല്ലതും ഈ സ്രോതസ്സിൽ പറയുന്നുണ്ടോ? ഉണ്ട്. ചില ഹദീസുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മു മഹ്സൂൾ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മുമ്പ് വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരാള്. അവരെ വിവാഹം കഴിക്കാൻ ഒരു സ്വഹാബി
നബിയോട് അനുവാദം ചോദിച്ചപ്പോ അവിടുന്ന് ഈ സൂക്തം, ഈ 3-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തെ വിലക്കി. അതുപോലെ മർസദ് ഇബ്ന് അബി മർസദ് എന്ന സ്വഹാബി, ഇസ്ലാമിനു മുമ്പ് അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നവ കേലൈനാക്ക് എന്ന സ്ത്രീയെ പിന്നീട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാനമായി വിലക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഹദീസില് സ്വന്തം ഭാര്യയ്ക്ക് ദുർനടത്തമുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിലൊരു വിഷമവുമില്ലാതെ അതൊരു കാര്യമാക്കാതെ ഭർത്താവായി തുടരുന്ന പുരുഷൻ ദയ്യൂസ് എന്നാണ് പറയുക. അയാൾ സ്വർഗത്തിൽ കടക്കില്ല എന്നും പറയുന്നു. ഓഹോ. അപ്പൊ ധാർമ്മികതയില്ലാത്ത പങ്കാളികളുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ ഇസ്ലാം ഗൗരവമായി കാണുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇതേ സ്രോതസ്സിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കാലത്ത് വ്യഭിചാരത്തിന് ശിക്ഷ കിട്ടിയ ആളുകളെ പിന്നീട് വിവാഹം കഴിപ്പിച്ചിരുന്നുവെന്ന്. ഇത് നേരത്തെ പറഞ്ഞതുമായി ഒരു വൈരുദ്ധ്യം പോലെ തോന്നില്ലേ? അതൊരു ശ്രദ്ധേയമായ പോയിന്റാണ്. പക്ഷെ അതിൽ വൈരുദ്ധ്യമില്ല. ശരിക്കും അത് വിഷയത്തിന്റെ വേറൊരു വശമാണ് കാണിക്കുന്നത്. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഭരണകാലത്ത് വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അവിവാഹിതരായ ആളുകൾ. അവിവാഹിതർ. അതെ, അവിവാഹിതരായ സ്ത്രീയും പുരുഷനും. അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം അവരെ പശ്ചാത്തപിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ പരസ്പരം വിവാഹം കഴിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് ഈ സ്രോതസ് പറയുന്നുണ്ട്. ഒരു സംഭവം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു അതിഥി വീട്ടിൽ വന്നിട്ട് വീട്ടിലെ മകളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ആ പിതാവ് പരാതിയുമായി ഉമറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഉമർ ആദ്യം ചോദിച്ചത്, നിനക്ക് നിന്റെ മകളുടെ കാര്യം ഒന്ന് ഒളിപ്പിച്ചു വെക്കാമായിരുന്നില്ലേ എന്നാണ്. പക്ഷെ പിന്നീട് കുറ്റം കോടതിയിൽ തെളിഞ്ഞു. അപ്പോൾ രണ്ടുപേരെയും ശിക്ഷിച്ചു. എന്നിട്ട് അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതാണ് കാര്യം. അതെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ശിക്ഷ അനുഭവിച്ചതിലൂടെയും പശ്ചാത്തപിച്ചതിലൂടെയും അവർ ശുദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് അവർക്ക് വിവാഹം കഴിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവസരം കൊടുത്തു. അപ്പോൾ ആ വിലക്ക് പ്രധാനമായും പശ്ചാത്തപിക്കാതെ ദുർവൃത്തിയിൽ തന്നെ തുടരുന്നവർക്കാണ് എന്ന് വരുന്നു. ശരി, അത് വ്യക്തമായി. ഇനി നമുക്ക് അടുത്ത ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാം. ഖദഫ്. അതെ, അതായത് ചാരിത്രമുള്ള ആളുകളെപ്പറ്റി തെളിവൊന്നുമില്ലാതെ വ്യഭിചാരാരോപണം നടത്തുക. സൂക്തം 4:5 ഇതിന്റെ ശിക്ഷ പറയുന്നു. 4 സാക്ഷികളില്ലാതെ ആരോപണം ഉന്നയിച്ചാൽ 80 അടി കൊടുക്കണം. അയാളുടെ സാക്ഷ്യം പിന്നീട് എടുക്കരുത്. അയാളെ ഒരു അധർമ്മി, ഫാസിക്കായിട്ട് കണക്കാക്കണം. 80 അടിയൊക്കെ, പിന്നെ സാക്ഷ്യം സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണല്ലോ. എന്തിനാണ് അത്ര കടുത്ത ശിക്ഷ? അതെ, ഇത് ഇസ്ലാമിക നിയമത്തിലെ ആ കടുത്ത ശിക്ഷകൾ, ഹുദൂദ് എന്ന് പറയില്ലേ, അതിൽപ്പെട്ട ഒന്നാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം സമൂഹത്തിൽ വ്യക്തികളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നതാണ്. പിന്നെ അടിസ്ഥാനമൊന്നുമില്ലാത്ത ഈ ലൈംഗിക അപവാദങ്ങൾ പ്രചരിക്കുന്നത് തടയുക. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു തെളിവുമില്ലാതെ ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും വ്യഭിചാരം ആരോപിക്കുന്ന ഒരു സമൂഹം. എന്തായിരിക്കും അവസ്ഥ? കുടുംബങ്ങൾ തകരും, വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാകും, സമൂഹത്തിൽ വലിയ ഫിത്ന, അതായത് കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. ശരിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ വളരെ ഉയർന്ന ഒരു തെളിവിന്റെ നിലവാരം വെച്ചു. 4 യോഗ്യരായ സാക്ഷികൾ. അത് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്ക് തന്നെ കടുത്ത ശിക്ഷ. ഇതിലൂടെ ആളുകളെ നിരുത്തരവാദപരമായി സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് നിയമം ചെയ്യുന്നത്. അപ്പോ ഒരാളൊരു വ്യഭിചാരം നേരിട്ട് കണ്ടാൽ പോലും 4 സാക്ഷിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാണോ ഇതിന്റെ അർത്ഥം? കൃത്യമായി പറഞ്ഞാൽ അതെ. ശരീഅത്ത് പ്രകാരം ഒരാൾ ഒരു വ്യഭിചാരം നേരിട്ട് കണ്ടു എന്ന് വെക്കുക. പക്ഷെ അത് നിയമപരമായി തെളിയിക്കാൻ വേണ്ട 4 സാക്ഷികൾ ഇല്ലെങ്കിൽ അയാൾ അത് പുറത്തു പറയാൻ പാടില്ല. അത് പ്രചരിപ്പിക്കുന്നത് കുറ്റമാണ്. ഇനി 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ തന്നെ അത് നാട്ടിൽ മുഴുവൻ പാട്ടാക്കി നടക്കുകയല്ല വേണ്ടത്. മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയുടെയോ ന്യായാധിപന്റെയോ അടുത്തുപോയി കോടതി നടപടികളിലൂടെ അത് തെളിയിച്ച് ശിക്ഷ നടപ്പാക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അല്ലാതെ തെളിവില്ലാതെയോ അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ തന്നെ അത് നിയമവഴിക്ക് സ്ഥാപിക്കാതെ പൊതുജനമധ്യത്തിൽ പറയുന്നതോ ആയ ഏത് ആരോപണവും ഖദ്ഫ് എന്ന കുറ്റത്തിൽ വരും. മനസ്സിലായി. ഈ ഖദ്ഫ് നിയമം എപ്പോഴാണ് ബാധകമാകുന്നത്? ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു സംരക്ഷണം കിട്ടുക എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദാംശങ്ങൾ കാണുന്നുണ്ട് ഈ സ്രോതസ്സിൽ. ഒരുപാട് പോയിന്റുകൾ. ഒരുപക്ഷേ എല്ലാത്തിലേക്കും കടക്കാൻ നമ്മുടെ സമയം മതിയാവില്ല. നമുക്ക് അതിൻ്റെ പ്രധാന വശങ്ങളൊന്ന് നോക്കിയാലോ? തീർച്ചയായും. എല്ലാ ഉപവിഭാഗങ്ങളിലേക്കും പോകണ്ട, പ്രധാന ആശയങ്ങൾ പറയാം.
ഒന്നാമതായിട്ട്, ഈ 80 അടി എന്ന ശിക്ഷയുള്ള ഖതഫ് എന്ത് തരം ആരോപണത്തിനാണ്? ഇത് വ്യഭിചാരം, സിന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ ജാരസന്തതിയാണ് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ. ഒരാളെ കള്ളനെന്നോ അല്ലെങ്കിൽ മദ്യപിച്ചു എന്നോ വിളിച്ചാൽ ഈ ശിക്ഷയില്ല. അങ്ങനെയുള്ളതിന് ന്യായാധിപന് വേറെ ശിക്ഷകൾ, താസീർ എന്ന് പറയും, അത് കൊടുക്കാം. ശരി. അപ്പോ ഇത് ലൈംഗിക ആരോപണങ്ങൾക്ക് മാത്രം. ഇനി ആരെയാണ് ഈ നിയമം സംരക്ഷിക്കുന്നത്? ചാരിത്രവതികൾ എന്ന് പറയുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ? അല്ല. നിയമത്തിൽ മുഹ്സ്വനാത്ത് എന്ന്, അതായത് ചാരിത്രവതികൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ സംരക്ഷണം ചാരിത്രമുള്ള പുരുഷന്മാർക്കും മുഹ്സ്വനീൻ എന്ന് പറയും, അവർക്കും ഒരുപോലെ ബാധകമാണ്. ഓക്കെ. അതുപോലെ ആരോപണം പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിയമം ഒന്ന് തന്നെ. ഇവിടെ മുഹ്സ്വൻ അല്ലെങ്കിൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിച്ചതാണോ അല്ലയോ എന്നതിനേക്കാൾ അടിസ്ഥാനപരമായി സദാചാരം കാത്തുസൂക്ഷിക്കുന്ന നല്ല നടപ്പുള്ള ആളുകൾ എന്നാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദുർനടപ്പുകാരായിട്ട് സമൂഹത്തിൽ അറിയപ്പെട്ട ആളുകളുണ്ട്. അവരെക്കുറിച്ച് ഇതേ ആരോപണം പറഞ്ഞാൽ ഈ ഹദ്ദ് ശിക്ഷ, അതായത് 80 അടി കിട്ടില്ല. പക്ഷെ അപ്പോഴും വെറുതെ അപവാദം പറഞ്ഞതിന് വേറെ ശിക്ഷകൾ, താസീർ, കിട്ടാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരുടെ അഭിമാനത്തിനാണ് ഈ നിയമം ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നത്. ശരി. ഇനിയിപ്പോ ഈ നിയമം നടപ്പാകണമെങ്കിൽ ആരോപിക്കുന്ന ആളിലും കാദിഫ്, ആരോപിക്കപ്പെടുന്ന ആളിലും മഖ്ദൂഫ് എന്തെങ്കിലും നിബന്ധനകളൊക്കെ ഉണ്ടോ? ഉണ്ട്. വളരെ പ്രധാന നിബന്ധനകളുണ്ട്. ലളിതമായിട്ട് പറഞ്ഞാല് ആരോപിക്കുന്നയാള് പ്രായപൂർത്തിയായിരിക്കണം, ബുദ്ധിസ്ഥിരത വേണം, സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതായിരിക്കണം, ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആകരുത്. പിന്നെ സ്വന്തം അച്ഛനോ അപ്പൂപ്പനോ മക്കൾക്കെതിരെ, പേരക്കുട്ടികൾക്കെതിരെ വ്യഭിചാരം ആരോപിച്ചാൽ ഈ 80 അടി ശിക്ഷയില്ല, വേറെ നടപടികൾ ഉണ്ടാവാം. അതുപോലെ ആരോപിക്കപ്പെടുന്ന ആളും ബുദ്ധിയും പ്രായപൂർത്തിയും വേണം, മുസ്ലിമായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. അടിമയാണെങ്കിൽ ഈ ശിക്ഷയില്ലെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതരും പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അയാൾ അടിസ്ഥാനപരമായി ചാരിത്രശുദ്ധിയുള്ള ആളായിരിക്കണം, അതായത് മുമ്പ് വ്യഭിചാര കുറ്റം തെളിഞ്ഞിട്ടില്ലാത്ത ആളായിരിക്കണം. ഈ ആരോപണം പറയുന്ന രീതിയും പ്രധാനമാണോ? അതായത് എങ്ങനെ പറയണമെന്നുള്ളത്? അതെ, അതും പ്രധാനമാണ്. വ്യഭിചാരം ചെയ്തു എന്നോ അല്ലെങ്കിൽ ജാരസന്തതിയാണ് എന്നോ വ്യക്തമായിട്ട് തന്നെ പറയണം. വെറുതെ ചീത്ത മനുഷ്യൻ, ദുർവൃത്തൻ, വേശ്യ എന്നൊക്കെ അവ്യക്തമായി വിളിക്കുന്നത് പൊതുവെ ഈ ഖദഫ് ശിക്ഷയിലേക്ക് വരില്ല. എന്നാൽ ചിലപ്പോ ഇങ്ങനെ ഒളിപ്പിച്ചു പറയുന്നത്, വ്യംഗ്യമായി പറയുന്നത്, ഉദാഹരണത്തിന് ഒരാളോട് ഞാൻ എന്തായാലും വ്യഭിചാരിയുടെ മകനല്ല എന്നു പറഞ്ഞാൽ അത് ഖദഫ് ആകുമ്പോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില സഹാബികളൊക്കെ അത്തരം സന്ദർഭത്തിൽ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ വേറെ വലിയ പണ്ഡിതന്മാർ പറയുന്നത് സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് ശിക്ഷ ഒഴിവാക്കണമെന്നാണ്. സ്വവർഗരതി ആരോപിക്കുന്നതും ഈ നിയമത്തിൽ വരുമോ എന്നതിലും തർക്കമുണ്ട്. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് മുൻകൈയെടുക്കേണ്ടത്? ആരോപിക്കപ്പെട്ടയാൾ പരാതി കൊടുക്കണോ, അതോ ഭരണകൂടത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റുമോ? അതും പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. ഇത് വ്യക്തിയുടെ അവകാശമാണോ, ഹക്കുൽ അബ്ദ്, അതോ ദൈവത്തോടുള്ള ബാധ്യതയാണോ, ഹക്കുല്ലാഹ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പ്രബലമായ അഭിപ്രായം ഇത് വ്യക്തിയുടെ അവകാശം കൂടിയാണ്. അതുകൊണ്ട് ആർക്കെതിരെയാണോ ആരോപണം വന്നത് ആ വ്യക്തി പരാതിപ്പെട്ടാൽ മാത്രമേ കേസെടുത്ത് ശിക്ഷ നടപ്പാക്കാവൂ എന്നാണ്. അയാൾക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം. ശരി. എന്നാൽ ന്യായാധിപന്റെ മുന്നിൽ വെച്ചാണ് ഒരാൾ മറ്റൊരാളെ ആരോപിക്കുന്നതെങ്കിൽ സർക്കാരിനെ നേരിട്ട് കേസെടുക്കാമെന്ന് ഇമാം മാലിക് പോലുള്ളവർ പറയുന്നുണ്ട്. ഇനി ആ തെളിവിന്റെ കാര്യം, 4 സാക്ഷികൾ വേണമെന്ന് പറഞ്ഞല്ലോ. അതിലെ എന്തെങ്കിലും നിബന്ധനയുണ്ടോ? സാക്ഷികൾ എങ്ങനെയുള്ളവരായിരിക്കണം? 4 പുരുഷ സാക്ഷികൾ വേണം. അതാണ് അടിസ്ഥാനം. ഈ സാക്ഷികൾ ആദിൽ, അതായത് നീതിമാന്മാർ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ, നല്ല നടപ്പുള്ളവരായിരിക്കണോ എന്ന കാര്യത്തിൽ ഹനഫി പണ്ഡിതന്മാരും മറ്റുള്ളവരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹനഫികൾ പറയുന്നത് നീതിമാന്മാർ ആകണമെന്ന നിർബന്ധമില്ല എന്നാണ്. അവരുടെ കാഴ്ചപ്പാടിൽ അത്ര നല്ലവരല്ലാത്ത ദുർമാർഗികളായ 4 പേരെ കൊണ്ടുവന്നാൽ ആരോപിച്ച ആള് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ സാക്ഷികൾ മോശക്കാരായതുകൊണ്ട് ആരോപിക്കപ്പെട്ട ആളെ ശിക്ഷിക്കാനും പറ്റില്ല.
ക്ഷമിക്കണം, അവിടെ എനിക്കൊരു സംശയം. ഈ ദുർമാർഗികളായ സാക്ഷികളെ വെച്ച് ആരോപകൻ രക്ഷപ്പെടുന്നു, പക്ഷെ ആരോപിതനും രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാണ്? അതൊരു നല്ല ചോദ്യമാണ്. ഹനഫി വീക്ഷണമനുസരിച്ച് 4 പേര് സാക്ഷ്യം പറഞ്ഞല്ലോ, അപ്പോ ആരോപകൻ കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതിനാൽ അയാളെ 80 അടി അടിക്കാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ സാക്ഷ്യം പറഞ്ഞവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, ഫാസിക്കുകളാണ്. അതുകൊണ്ട് അവരുടെ സാക്ഷ്യം വെച്ച് ആരോപിതനെ വ്യഭിചാരത്തിന് ശിക്ഷിക്കാനും പറ്റില്ല. അപ്പോ ഫലത്തിൽ 2 പേരും ശിക്ഷയിൽ നിന്ന് ഒഴിവായി. ഓ. പക്ഷേ മറ്റു പണ്ഡിതന്മാർ ഇതിനോട് യോജിക്കുന്നില്ല. അവർ പറയുന്നത് സാക്ഷികൾ വിശ്വസ്തരല്ലെങ്കിൽ ആരോപകൻ ശിക്ഷിക്കപ്പെടണമെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ആരുടെയും അഭിമാനം സുരക്ഷിതമാവില്ലല്ലോ. ശരി. ഇനി ആരോപണം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. 80 അടി, സാക്ഷ്യം സ്വീകരിക്കില്ല, ഫാസിക് അഥവാ അധർമ്മി ആകും. ഇതിൽ പശ്ചാത്തപിച്ചാൽ വല്ല ഇളവും കിട്ടുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുമുണ്ട്, വിയോജിപ്പുമുണ്ട്. ഒന്നാമത്തെ കാര്യം, 80 അടി ശിക്ഷ. അത് പശ്ചാത്താപം കൊണ്ട് ഒഴിവാകില്ല. ഇതിൽ എല്ലാ പണ്ഡിതന്മാരും യോജിക്കുന്നു. കാരണം ഇത് നടപ്പാക്കേണ്ട നിയമപരമായ ശിക്ഷയാണ്, ഹദ്ദാണ്. ശരി. രണ്ടാമത്തേത്, അധർമ്മി, ഫാസിക് എന്ന വിശേഷണം. ഒരാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ ഈ ഒരു പേര് അല്ലാഹുവിന്റെ അടുക്കലും ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിലും നീങ്ങിപ്പോകും. ഇതിലും പൊതുവെ യോജിപ്പുണ്ട്. ഓക്കേ. മൂന്നാമത്തേത്, സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുക. ഇവിടെയാണ് പ്രധാന തർക്കം. ഖദ്ഫിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ പിന്നീട് പശ്ചാത്തപിച്ചു എന്ന് വയ്ക്കുക. അയാളുടെ സാക്ഷ്യം ഭാവിയിൽ സ്വീകരിക്കാൻ പറ്റുമോ? ഹനഫി പണ്ഡിതന്മാരും ഖാദി ഷുറൈഹിനെ പോലുള്ള ചില ആദ്യകാല പണ്ഡിതരും പറയുന്നത് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഖുറാനിലെ വാക്യം അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കരുത്, അത് പൊതുവാണ്, അതിൽ ഇളവില്ല എന്നവർ പറയുന്നു. എന്നാൽ ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് തുടങ്ങിയ ഭൂരിപക്ഷം പണ്ഡിതരും പറയുന്നത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും നല്ല നടപ്പ് വീണ്ടെടുക്കുകയും ചെയ്താൽ അയാളുടെ സാക്ഷ്യം പിന്നീട് സ്വീകരിക്കാമെന്നാണ്. മുഗീറത്തുബ്നു ശൂബ റദിയല്ലാഹുഅൻഹുയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉമർ റദിയല്ലാഹുഅൻഹു എടുത്ത ഒരു തീരുമാനം ഈ രണ്ടാമത്തെ കൂട്ടർ തെളിവായിട്ട് പറയാറുണ്ട്. എന്നാൽ ഈ സ്രോതസ്സിൽ ആ സംഭവത്തെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കില്ല എന്ന ആദ്യത്തെ അഭിപ്രായത്തിനാണ് കൂടുതൽ ബലം എന്നും വാദിക്കുന്നുണ്ട്. അതിന്റെ കാരണം ലളിതമാണ്. ഒരാളുടെ പശ്ചാത്താപം എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നത് ആർക്കാണറിയുക? അല്ലാഹുവിനു മാത്രം. ശരിയാണ്. ഈ ലോകത്തിലെ നിയമങ്ങളും ശിക്ഷകളും നടപ്പാക്കുന്നത് പുറമേ കാണുന്ന തെളിവുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഒരാള് ഞാൻ പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിയമപരമായ ശിക്ഷ ഒഴിവാക്കാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടില്ല. ശരിയാണ്. എല്ലാവരും ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി പശ്ചാത്തപിച്ചു എന്ന് പറയും. പശ്ചാത്താപം പരലോകത്തിലെ ശിക്ഷയിൽ നിന്നൊരു പക്ഷേ രക്ഷിച്ചേക്കാം. പക്ഷേ ഈ ലോകത്ത് നിയമം ലംഘിച്ചതിന് നിശ്ചയിച്ച ശിക്ഷയിൽ നിന്ന് അത് ഒഴിവാക്കുന്നില്ല. അപ്പോൾ വേറൊരു കാര്യം, ഒരാൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും 4 സാക്ഷിയില്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാവുന്നത് എങ്ങനെയാണ്? അത് കുറച്ച് കഠിനമായി തോന്നുന്നില്ലേ? അതൊരു പ്രധാനപ്പെട്ട തത്വമാണ്. ഇസ്ലാം സമൂഹത്തിൽ തിന്മകളും വൃത്തികേടുകളും പ്രചരിക്കുന്നത് തടയാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ ഒരു തെറ്റ് കണ്ടാൽ പോലും അത് നിയമപരമായി തെളിയിക്കാൻ വേണ്ടത്ര സാക്ഷികൾ ഇല്ലെങ്കിൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നതെന്തിനാണ്? ആ തിന്മയെക്കുറിച്ച് കൂടുതൽ ആളുകളെ അറിയിക്കാനും അത് ചർച്ചയാക്കാനും ഒരുപക്ഷെ അത് സാധാരണവൽക്കരിക്കാനും അത് കാരണമാകും. അത് സമൂഹത്തിൽ ഫിത്ന, അതായത് കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തെളിവില്ലാതെ ആരോപണമുന്നയിക്കുന്നവൻ ഒരുപക്ഷേ അവൻ കണ്ടത് സത്യമാണെങ്കിൽ പോലും അവൻ നിയമം ലംഘിച്ചു. അതുകൊണ്ടവൻ അധർമ്മിയാണ്, ഫാസിക്കാണ്. ശരിയായ വഴിയിലൂടെ അല്ലാതെ തിന്മയെ നേരിടാൻ ശ്രമിക്കുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും എന്നൊരാശയമാണ് അതിലുള്ളത്. ഈ ശിക്ഷ നടപ്പാക്കുന്ന രീതിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ അടിക്കുന്നതിന്? ഹനഫി പണ്ഡിതന്മാർ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഈ ഖദ്ഫിനുള്ള അടി വ്യഭിചാരത്തിനുള്ള അടിയുടെ അത്രയും ശക്തിയിലാകരുത്. കാരണം ആരോപിച്ച ആൾ ഒരുപക്ഷെ സത്യം പറഞ്ഞതായിരിക്കാം, അയാൾക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നേയുള്ളൂ. അതുകൊണ്ട് അടിയുടെ കാഠിന്യം കുറച്ചൊന്നു കുറയ്ക്കണമെന്നവർ പറയുന്നു. ഒരാൾ ഒരേ ആരോപണം വീണ്ടും വീണ്ടും പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയാണ് ആരോപിക്കുന്നതെങ്കിലോ,
അപ്പൊ ശിക്ഷ എങ്ങനെയാണ്? ശിക്ഷ വിധിക്കുന്നതിനു മുമ്പ് ഒരാൾ എത്ര തവണ ഒരേ ആരോപണം ആവർത്തിച്ചാലും ഒരു ശിക്ഷയുള്ളൂ. ഇനി ശിക്ഷ അനുഭവിച്ച ശേഷം അതേ കാര്യം വീണ്ടും പറഞ്ഞാലും പുതിയ ശിക്ഷയില്ല. ഓക്കെ. എന്നാൽ ശിക്ഷ അനുഭവിച്ച ശേഷം അയാൾ വേറൊരാളെപ്പറ്റി ആരോപണം പറഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു സംഭവം ആരോപിച്ചാൽ അതിന് പുതിയ കേസും ശിക്ഷയും വരാം. ശരി. ഇനി ഒരാൾ ഒരു ഗ്രൂപ്പ് ആളുകളെയാണ് ഒരുമിച്ച് ആരോപിക്കുന്നതെങ്കിൽ ഹനഫികൾ പറയുന്നത് ഒരു ശിക്ഷ മതിയെന്നാണ്. എന്നാൽ ഇമാം ഷാഫിയെ പോലുള്ളവർ പറയുന്നത് എത്ര പേരെ ആരോപിച്ചോ അത്രയും ശിക്ഷ വെവ്വേറെ കൊടുക്കണമെന്നാണ്. ഓക്കെ. വളരെ വളരെ വിശദമായ കാര്യങ്ങൾ. അപ്പോൾ വ്യഭിചാരത്തിലേർപ്പെട്ടവർക്കുള്ള വിവാഹത്തിലെ ചില ധാർമ്മിക നിയന്ത്രണങ്ങൾ, പിന്നെ തെളിവില്ലാതെ മറ്റുള്ളവരുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്നതിനെതിരെ ഇസ്ലാം എത്ര കർശനമായാണ് നിലകൊള്ളുന്നത്, അതിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും നിയമം എത്ര ശ്രദ്ധിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കി. വ്യക്തിയുടെ അഭിമാനത്തിന് ഇസ്ലാം കൊടുക്കുന്ന വില, അതുപോലെ സമൂഹത്തിൻ്റെ ഒരു കെട്ടുറപ്പ് നിലനിർത്താനുള്ള ഒരു താൽപ്പര്യം, ഇതൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായും വ്യഭിചാരം പോലുള്ള ഒരു കുറ്റം തെളിയിക്കാൻ 4 സാക്ഷികൾ വേണമെന്ന ആ ഉയർന്ന നിബന്ധന, അതേസമയം അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോപിച്ചയാൾക്ക് തന്നെ കടുത്ത ശിക്ഷ വരും എന്ന നിയമം, പിന്നെ പശ്ചാത്താപത്തിന്റെ സാധ്യതകളും ഈ ലോകത്തിലെ നിയമ നടപടികളിൽ അതിനുള്ള പരിമിതികളും, അതോടൊപ്പം ഓരോ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിലുള്ള സൂക്ഷ്മമായ എന്നാൽ പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും, ഇവയെല്ലാം ഈ വിഷയങ്ങളുടെ ഒരു ഗൗരവവും ഇസ്ലാമിക നിയമചിന്തയുടെ ഒരു ആഴവും ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. അതെ. അപ്പോ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഒരു ഭാഗത്ത് വ്യഭിചാരം പോലുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് നീതി നടപ്പാക്കണം. മറുഭാഗത്ത് തെളിവില്ലാത്ത ആരോപണങ്ങളും കിംവദന്തികളും വ്യക്തികളുടെ ജീവിതവും സമൂഹത്തിന്റെ സ്വസ്ഥതയും തകർക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഈ 2 കാര്യങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയാണോ വ്യഭിചാരം തെളിയിക്കാനും അതുപോലെ വ്യഭിചാരാരോപണം ഖണ്ഡിക്കാനും 4 സാക്ഷികൾ എന്ന ഇത്രയും ഉയർന്നൊരു കടമ്പ വെച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ മിന്നൽ വേഗത്തിൽ പ്രചരിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയും അഭിമാനവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ നിയമങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നൊരു വിഷയമാണ്.